സദാൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സംഭാരമാണ്. വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനിയാണ് സംഭാരം അല്ലെങ്കിൽ മോരുവെള്ളം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. ഞാൻ ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, കാന്താരി മുളക് യൂസ് ചെയ്യാം. എനിക്കിവിടെ കാന്താരി മുളക് ഇല്ല. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അടുത്തത് മോരാണ് വേണ്ടത്. ഞാനിവിടെ ഏകദേശം പുളിയുള്ള 1 കപ്പ് മോരെടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടർ ആൻഡ് പെസ്റ്റൽ, ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് വെള്ളം, മോര് നേർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇഞ്ചി, കറിവേപ്പില നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി മതിയാകും. ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇഞ്ചിയും കറിവേപ്പിലയും നന്നായിട്ട് ചതച്ചതിന് ശേഷം പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. കാന്താരി മുളകാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റിൽ വ്യത്യാസം വരും. കാന്താരി മുളക് കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. സോ അത് നന്നായിട്ട് ചതച്ചെടുത്തു. സോ അടുത്തത് ഒരു മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില, പിന്നെ പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അധികം പുളിയില്ലാത്ത, അതായത് ഒട്ടും പുളിയില്ലാത്ത മോരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെറിയ പുളിയുള്ള ഒരു പച്ച മാങ്ങ കൂടെ ചതച്ചിടാവുന്നതാണ്. അത് അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതായിരിക്കും. സോ ഞാനിവിടെ ഉപയോഗിക്കുന്ന മോരിന് അത്യാവശ്യം പുളിയുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മോര് ആഡ് ചെയ്യുക. സോ മോരിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യുക. സോ നല്ല കട്ടിയുള്ള മോരാണെങ്കിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. സോ ഞാനിവിടെ ഏകദേശം 1 കപ്പ് മോരിന് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആഡ് ചെയ്യുന്ന വെള്ളം മോരിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള കണക്ക് പറയാത്തത്. സോ നിങ്ങൾ എടുക്കുന്ന മോരിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുക. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ സമയത്ത് എരിവ് നോക്കുക. എരിവ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നുകിൽ തണുപ്പിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് സംഭാരം ഉണ്ടാക്കിയെടുക്കാം. വേനൽക്കാലത്ത് നല്ലൊരു ദാഹശമനിയായിരിക്കും ഈ സംഭാരം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.